ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്യാരറ്റ് കൊണ്ട് വിവിധ തരത്തിലുള്ള ജ്യൂസുകളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഹെൽത്തി ആയിട്ട് നമുക്കത് എങ്ങനെയാണ് ഈ ജ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൂവമ്പഴമാണ്. അപ്പോൾ ഒരു പൂവമ്പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ചെറിയ പീസുകളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൽ ഒരു 4 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് പീസുകളാക്കിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് എല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് അരച്ച് എടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എത്രത്തോളം കട്ടി ആവശ്യമുണ്ടെങ്കിൽ അത്രയും കട്ടിക്ക് അനുസരിച്ച് നമ്മൾക്ക് പാല് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിന് നമ്മൾ പഞ്ചസാര ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്കിതിൽ 2-3 ടീസ്പൂൺ തേൻ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ തേനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലിപ്പോൾ ഇത്തിരി കട്ടി കൂടുതലാണ്. അപ്പോൾ ഞാൻ ഇത്തിരി പാലും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഐസ് ക്യൂബ് ഇടണവർക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കാം. അല്പം 2-3 തുള്ളി തേനും കൂടി ചേർത്ത് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി നമ്മളിവിടെ ഒരു ചെറിയ ക്യാരറ്റ് എടുത്ത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ഈന്തപ്പഴം 5-6 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരു കളഞ്ഞ് ഇവിടെ ചെറുതായി നുറുക്കിയിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് നേന്ത്രപ്പഴമാണ്. അപ്പോൾ നേന്ത്രപ്പഴത്തിൻ്റെ പകുതിയാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പഴം പകുതി നമുക്ക് നുറുക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2-3 ടീസ്പൂൺ തേൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പാലും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി നമുക്ക് അരച്ച് പേസ്റ്റാക്കി എടുക്കാം. ഇപ്പോൾ ഞാനിതിവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് പാലും കൂടി ഞാനിതിൽ ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ് എടുത്തിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് പഴം അരിഞ്ഞതും ചേർത്ത് കുറച്ച് തേനും ചേർത്ത് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ജ്യൂസ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നെല്ലിക്ക 2 എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അതിൻ്റെ കുരു കളഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 നെല്ലിക്കയുടെയും കുരു കളഞ്ഞ് ചെറിയ പീസുകളാക്കിയിട്ട് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബദാമാണ്. ഒരു 6-7 ബദാം എടുത്തിട്ടുണ്ട്. അത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അരിപ്പയെ വെച്ചിട്ട് നന്നായി ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളവും കൂടിയും ചേർത്ത് ഞാനിത് ഒന്നുകൂടി ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേന്ത്രപ്പഴം എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരെണ്ണത്തിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അത് നുറുക്കിയിട്ടിട്ട് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള
ജ്യൂസ് പകുതി നമുക്കിതിൽ ഒഴിച്ച് കൊടുത്ത് നന്നായി അരച്ചെടുക്കാം. ഇപ്പം ഞാനിത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ എടുത്തു വച്ചിട്ടുള്ള ജ്യൂസിൽ മുഴുവനും നമുക്കതിൽ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് നമുക്കതിൽ കുറച്ച് തേൻ ചേർത്ത് കൊടുക്കാം. 2-3 ടീസ്പൂൺ തേൻ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേനും കൂടിയും ചേർത്ത് കൊടുത്ത് ഐസ് ക്യൂബും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ 3 തരത്തിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.